മന്ത്രിയെ ക്ഷണിച്ചു വരുത്തിയ ആതിഥേയനാണ് ഞാൻ. അതുകൊണ്ട് ശിവൻകുട്ടി മിനിസ്റ്റർ വരാത്തതുകൊണ്ട് ഞാൻ അധ്യക്ഷ പദം എടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഇത് KSRTCയുടെ പ്രോഗ്രാമാണ്. നമ്മൾ അദ്ദേഹത്തെ അതിഥിയായി ക്ഷണിച്ചതാണ്. എങ്കിലും KSRTCക്ക് ഏറ്റവും വലിയ ഒരു നേട്ടം കൈവരിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. ഹരിത കേരള മിഷനുമായി ചേർന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ബസ് സ്റ്റേഷനുകളെയും ശുചിത്വപൂർണ്ണമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതൊരു വലിയ നേട്ടമാണ്. 92 ബസ് സ്റ്റേഷനുകളെ ഹരിത കേരള മിഷൻ അംഗീകരിച്ചു എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്കൊരു വലിയ നേട്ടമായി KSRTCക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ KSRTC മാത്രമായിരിക്കും കേരളത്തിൽ ഇത്രയധികം ഓഫീസുകൾ, ഇത്രയധികം മാലിന്യങ്ങൾ സംസ്കരിക്കാനും കഴിഞ്ഞത് KSRTCക്ക് ആയിരിക്കും. ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ നടത്തിയ മാലിന്യമുക്ത നവകേരളം എന്ന പരിപാടി, ആ പരിപാടിയിൽ തൊട്ടടുത്ത മണ്ഡലത്തിലെ MLA ആയ ഞാനും മന്ത്രി എന്ന നിലയിലും പങ്കെടുത്തു. അവിടെ അപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലൊരു ആശയം ഉണ്ടാക്കി, KSRTC ഇതുമായി ഒന്ന് ബന്ധപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജേഷുമായി സംസാരിച്ചു. അദ്ദേഹം KSRTC അപ്പോൾ ശ്രീ ബാലഗോപാൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യം, നമ്മളൊരു നാട് വൃത്തിയായോ എന്നറിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന KSRTC ബസ് സ്റ്റേഷനുകൾ വൃത്തിയായി കാണണം. ഇപ്പൊ കേരളത്തിലെ ശുചിത്വ കേരളം, ഹരിതസുന്ദരമായ കേരളം, ഹരിത മിഷന്റെ പ്രവർത്തനങ്ങൾ വിജയിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും വൃത്തിയായി എന്ന് കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം ശരിക്കും പറഞ്ഞാൽ KSRTC ബസ് സ്റ്റേഷനാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. 11 ലക്ഷം പേർ ഒരു ദിവസം KSRTC ബസ് സ്റ്റേഷനുകളിൽ വന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്. യാത്രയ്ക്കായി വരുന്നവരും വന്നിറങ്ങുന്നവരും പോകുന്നവരുമായി ആളുകൾ 11 ലക്ഷം ആളുകൾ KSRTCയുടെ എല്ലാ ബസ് സ്റ്റേഷനുമായി വരുന്നുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. യാത്ര അയക്കാൻ വരുന്നവരുണ്ട്, കൂടെ വരുന്നവരുണ്ട്, വെറുതെ കറങ്ങാൻ വരുന്നവരുണ്ട്. ഏതായാലും വളരെയധികം ആളുകൾ ഒരു ദിവസം വന്നു പോകുന്നൊരു സ്ഥലമാണ് KSRTC ബസ് സ്റ്റേഷൻ. ആ ബസ് സ്റ്റേഷനുകൾ വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ അത് ഈ നാട് തന്നെ വൃത്തിയായി എന്നതിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇപ്പോൾ ഒരു ആശുപത്രി വൃത്തിയായി കിടന്നാൽ ആശുപത്രി വരുന്നവർ മാത്രമേ കാണത്തുള്ളൂ. പൊതുജനങ്ങൾ വന്നു കയറുന്ന ഒരു സ്ഥലമല്ല. എല്ലാവരും ആവശ്യമുള്ളവർ മാത്രമേ ആശുപത്രിയിൽ പോകാറുള്ളൂ. സ്കൂളുകൾ വൃത്തിയായിരിക്കണം, കാരണം അവിടുത്തെ കുട്ടികൾ രക്ഷിതാക്കളുമാണ് അവിടെ വരുന്നത്, അവർക്കാണ് അത് പറ്റും. പക്ഷേ KSRTC ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ബസ് സ്റ്റേഷനുകൾ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. അതിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം KSRTC ജീവനക്കാരുടെയും ഹരിത മിഷന്റെയും ആത്മാർത്ഥമായ പ്രവർത്തനം, അതുപോലെ ക്ലീൻ കേരള കമ്പനി, ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പദ്ധതി, ഞാൻ അതിനോട് സഹകരിച്ചു, അതിനെ കൂടെ നിന്നു എന്നുള്ള ശരി. കാരണം എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ വൃത്തി വലിയൊരു പ്രശ്നമുള്ളതാണ്. അപ്പം നാട് വൃത്തിയായി കാണണം എന്ന് വിദേശ രാജ്യങ്ങളിലെ പോലെ നമ്മുടെ നാടും വൃത്തിയുള്ളതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എല്ലാ ബസ്സുകളിലും KSRTC ബസ്സുകളിലെല്ലാം നമ്മൾ വേസ്റ്റ് ബിൻ വെച്ചു. കാരണം ആളുകൾ വെള്ളം കുടിക്കും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം ഉണ്ടാവും, അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാകും. KSRTC ബസ്സിൽ തന്നെ ഇത്തരം സാധനങ്ങൾ വിൽക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ അടുത്ത ആഗ്രഹം. അതിന് പറ്റിയ ആളെ കിട്ടാത്തതുകൊണ്ടാണ് ബസ്സിനകത്ത് തന്നെ ഇത്തരം ചോക്ലേറ്റും വെള്ളവും ഒക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണം ബസ്സിനകത്ത് ഒരു യാത്ര ചെയ്യുന്നവർക്ക് ഒരു അത്യാവശ്യം വന്നാൽ അവർക്ക് ഒരു ഉച്ച സമയമാകുമ്പം ആഹാരം കഴിക്കാൻ താമസിച്ചാൽ ചിലർക്ക് ഷുഗറിൻ്റെ അസുഖമൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ച് കഴിക്കാനോ വെള്ളം വേണമെങ്കിൽ വാങ്ങിച്ച് കുടിക്കാനോ ഒക്കെ ഉള്ള സമയം അത് വരുമ്പോഴും അല്ലാത്തപ്പോഴും ബസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങുന്ന കുപ്പികളും മറ്റും ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് എല്ലാ ബസ്സുകളിനകത്ത് നമ്മൾ വേസ്റ്റ് ബിൻ വെച്ചത്. പിന്നെ കാണുന്ന ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ എല്ലാ ബസ് സ്റ്റേഷനിലും ഇപ്പോൾ നമ്മൾ നല്ല സ്പോൺസർമാരെ കണ്ടുപിടിച്ച് തന്നെ വേസ്റ്റ് ബോക്സ് വെച്ചു. ഈ വേസ്റ്റ് ബോക്സിലേക്ക് വീട്ടിലെ മാലിന്യമായി വരുന്ന ആശാന്മാരുണ്ട്. രാവിലെ വരും, വീട്ടിലെ മാലിന്യം കൂടെ കൊണ്ട് വന്നിട്ട് പതുക്കെ ആരും കാണാതെ ഇതിനകത്ത് ഇട്ടിട്ട് പോവുക എന്നൊരു കലാപരിപാടി. അത് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുന്നത്. കുറേ ക്യാമറ വെച്ചു, ഏതാണ്ട് 450 ക്യാമറ കൂടി ഇനി വെക്കാൻ പോവുകയാണ്. അതായത് KSRTCയിലെ വർക്ക്ഷോപ്പ് അടക്കം MD സൂചിപ്പിച്ചു, വർക്ക്ഷോപ്പ് അടക്കം KSRTCയിലെ ബസ് ഇടുന്നതും യാത്രക്കാർ വന്നു പോകുന്നതുമായ എല്ലാ സ്ഥലവും ക്യാമറയുടെ നിരീക്ഷണത്തിൽ, ടോയ്ലറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും. ആ നിരീക്ഷണത്തിൽ വരുമ്പോൾ ഇത്തരം വേസ്റ്റ് കൊണ്ട് തള്ളുന്നവരെയൊക്കെ പിടിക്കാൻ പറ്റും. അപ്പം അനാവശ്യമായ വേസ്റ്റ് മാലിന്യങ്ങൾ വരില്ല. കാരണം വളരെ മാന്യമായി അങ്കമാലിയിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. വളരെ മാന്യമായി ഒരാൾ കാറിൽ കൊണ്ട് നിർത്തിയിട്ട് ആ വേസ്റ്റ് കൊണ്ടുവന്ന് ബസ് സ്റ്റേഷനിലെ വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് പോകുന്ന ദൃശ്യം. ഒടുവിൽ അത് പിടിച്ചു നിർത്തി അവിടെ നിന്ന് അയാളെ കൊണ്ട് തന്നെ തിരിച്ചേൽപ്പിച്ചു വിട്ടു. കൊണ്ടുപോകാൻ പറഞ്ഞു, വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഇതൊക്കെ നമ്മുടെ ചില വേലകളാണ്.
അപ്പോൾ ആ അത്തരം വേലകൾ ഇല്ലാതെ തന്നെ കെ എസ് ആർ ടി സി നവീകരിക്കാൻ കഴിഞ്ഞു. ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ ടിയുടെ വർക്ക്ഷോപ്പുകളിൽ നിന്നും കെ എസ് ആർ ടിയുടെ പരിസരങ്ങളിൽ നിന്നും നമുക്ക് മാറ്റാൻ കഴിഞ്ഞത്. അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയിട്ടുള്ള പിന്തുണ വളരെ വലുതാണ്. നമുക്കുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 4-5 ബസ് സ്റ്റേഷനുകൾ പണി പൂർത്തിയായെങ്കിലും അത് നമ്പർ ഇട്ട് കിട്ടുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നു. മന്ത്രിയും വിദ്യാഭ്യാസ സൈനുമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു യോഗം ഞങ്ങൾ കൂടിയതാണ്. അതിൽ ഈ STP പണിയുന്നില്ല. പണ്ട് കെ എസ് ആർ ടി സി എവിടെ ബസ് സ്റ്റാൻഡ് പണിതാലും അങ്ങ് പണിയാന്നുള്ളതല്ലാതെ ഇപ്പം നിയമത്തിൽ മാറ്റം വന്നപ്പോൾ പല കെട്ടിടങ്ങളും നിർമ്മാണം തുടങ്ങിയിട്ട് 8-10 വർഷമായി. പക്ഷെ അന്നത്തെ നിയമത്തിൽ ഇല്ലാത്തൊരു വ്യവസ്ഥയാണ് STP പ്ലാന്റുകൾ ഉണ്ടാകണമെന്ന്. ഇപ്പോൾ STP പ്ലാന്റ് ഉണ്ടാകാനായിട്ട് രണ്ടാമത് ടെൻഡർ വിളിക്കുകയും കോൺട്രാക്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് ഇപ്പം STP പ്ലാന്റുകൾ പണിയാൻ ആളില്ല. ഇപ്പൊ കോൺട്രാക്ടർമാർക്ക് അറിയില്ല, ഡിപ്പാർട്ട്മെന്റുകളിൽ പലർക്കും അറിയില്ല. ഇപ്പോൾ ഈ അവർ PWDക്കാർ പറയും ഇത് വാട്ടർ അതോറിറ്റിക്കാരാണ് ചെയ്യേണ്ടതെന്ന് പറയും. അവർ പറയും ഞങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മന്ത്രി അറിഞ്ഞിരിക്കുന്നതുണ്ട് ഈ STP പ്ലാന്റ് എന്ന സാധനം വേണമെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും ഈ സാധനം ഉണ്ടാക്കാൻ അറിയാവുന്നവരും ഇതിന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നവരും വളരെ കുറവാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ വളരെ കുറവാണ്. PWDക്കാരോട് പറയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ പണിയല്ല, ഞങ്ങൾക്ക് പറ്റില്ല. ഇപ്പൊ പല കെട്ടിടങ്ങളും 6-7 സ്ഥലങ്ങളിൽ KSRTC പുതിയ ഡിപ്പോകൾ കെട്ടിടങ്ങൾ പണിയാണ്. നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം STP പ്ലാന്റ് വേണമെന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗ്ഗം അവർക്ക് അറിയില്ല. അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് എഴുതുകയാണ്, അവരുടനെ പറയും ഞങ്ങൾക്കറിയില്ല എന്ന് അവർ തിരിച്ച് ഞങ്ങളല്ല അതിൻ്റെ ആൾ എന്ന് തിരിച്ചെഴുതുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തു, ഞങ്ങൾ KSRTC തന്നെ ഒരു ടെൻഡർ വിളിച്ചു. ആരെങ്കിലും STP പ്ലാന്റ് പണിഞ്ഞു തരാൻ തയ്യാറുള്ളവർ വന്നോളൂ എന്ന് പറഞ്ഞു വെളിയിൽ വേറെ ടെൻഡർ വിളിച്ചു. KSRTC നേരിട്ട്, കാരണം ഇത് പണിയാതെ പറ്റില്ലല്ലോ. കാരണം പല കെട്ടിടങ്ങൾക്ക് നമ്പർ കിട്ടുന്നില്ല. ഒരു കെട്ടിടത്തിന് നമ്പർ കിട്ടിയാൽ ഒരു മാസം ഒരു 60 ലക്ഷം രൂപ ലാഭം പിന്നെ വാടക കിട്ടാവുന്ന കെട്ടിടങ്ങളാണ് ഡെഡായിട്ട് കിടക്കുന്നത്. ഇത്ര വർഷമായിട്ട് 60 ലക്ഷം എന്നല്ല, അതിൽ കൂടുതൽ വാടക കിട്ടും. 1 കോടി രൂപയോളം വാടക കിട്ടുന്ന പത്തനംതിട്ടയിലെ കെട്ടിടങ്ങൾ STP പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാവാതെ കിടക്കുകയാണ്. ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് KSRTC നേരിടുന്നുണ്ട്. അപ്പം ഞാൻ മന്ത്രിയോട് പറഞ്ഞു ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു നമ്പർ ഇട്ട് തന്നാൽ ഞങ്ങൾ മൊബൈൽ STP പ്ലാന്റ് വാങ്ങാം, അപ്പോൾ അതിലൂടെ എല്ലാ സ്ഥലത്തും അത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു. മന്ത്രി ഇത് പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. കാരണം അല്ലെങ്കിൽ KSRTC ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴില്ല. ഇപ്പം നമ്മൾ എല്ലാ ബസ് സ്റ്റേഷൻ പണിയുമ്പോൾ നിർബന്ധപൂർവ്വം ഇപ്പം പണിയുന്ന എല്ലാം PWD ബിൽഡിങ്സാണ്. KSRTC കെട്ടിടങ്ങൾ ഒരു യാതൊരു ശാസ്ത്രീയമല്ലാതെ പല പല ഏജൻസികൾ പണിഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെയല്ല. സർക്കാരിൻ്റെ KSRTC PWDയുടെ ബിൽഡിംഗ് വിഭാഗമാണ് ഇപ്പം എല്ലാ കെട്ടിടവും പണിയുന്നത്. ഇപ്പം കായംകുളത്ത് കെട്ടിടം വരുന്നു, ആറ്റിങ്ങൽ പുതിയ കെട്ടിടം വരുന്നു, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, കൊട്ടാരക്കര, കൊല്ലം, ഇങ്ങനെ മലപ്പുറത്ത് ഇപ്പം പണി പൂർത്തിയാക്കിയത് എല്ലാം PWD ഏൽപ്പിച്ചു. ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം ഒരു തീരുമാനം എടുത്തു, PWD ചെയ്യും. PWD ചെയ്യുമ്പോൾ KSRTCയുടെ ഗുണമെന്ന് പറഞ്ഞാൽ മറ്റൊരു ഏജൻസി ചെയ്യുമ്പോൾ 8% സെൻറ്റേജ് ചാർജ് കൊടുക്കണമായിരുന്നു. PWD ബിൽഡിങ്സ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു പൈസയും കൊടുക്കണ്ട. ബഹുമാനപ്പെട്ട PWD മന്ത്രിയുമായി യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു PWD KSRTCക്ക് വേണ്ടി ചെയ്യുന്ന കെട്ടിടത്തിന് നമുക്ക് സെൻറ്റേജ് ചാർജ് ഒന്നും വേണ്ട, മറ്റൊരു സർക്കാർ കെട്ടിടം ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്തു തരും എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം KSRTC വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കെട്ടിടങ്ങൾ തീരും. ഇപ്പം ഉടനെ തന്നെ കായംകുളവും ഇപ്പം ചങ്ങനാശ്ശേരി പണി നടക്കുകയാണ്, ചെങ്ങന്നൂരും എല്ലാം വളരെ വേഗത്തിൽ പണി തുടങ്ങാൻ കഴിയും. അപ്പോൾ നമ്മൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വൃത്തിക്ക് വളരെ ഒരു പ്രാധാന്യം നൽകുകയാണ്. ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന വെയിറ്റിംഗ് റൂമുകൾ അതിമനോഹരമായി ചെയ്യുകയും നല്ല വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം. വൃത്തിയായി യാത്രയിൽ കാത്തിരിപ്പ് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. യാത്രയിൽ എന്തായാലും ഒരു കാത്തിരിപ്പുണ്ട്. ഇനി വിമാനത്തിലായാലും ട്രെയിനിലായാലും കാറിലായാലും ബസ്സിലായാലും ആ കാത്തിരിപ്പിന് നമ്മൾ വൃത്തിയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. KSRTC പ്രധാനമായി ചെയ്തൊരു കാര്യം, KSRTCയുടെ ടോയ്ലറ്റുകൾ എന്നും KSRTC ഒരു ചീത്തപ്പേരായിരുന്നു. ഞങ്ങളത് മുഴുവൻ അതിനകത്തൊരു സാമ്പത്തിക ലാഭം നോക്കിയില്ല. കാരണം ഒരുപക്ഷെ ഒരു ടോയ്ലറ്റ് എടുക്കാൻ വരുന്ന ഒരു കോൺട്രാക്ടർ 3 ലക്ഷം രൂപ വരുമായിരിക്കും. പക്ഷേ സുലഭ് എന്നൊരു ഏജൻസി ഞങ്ങളൊരു സൊസൈറ്റിക്ക് കൊടുത്തു. അവർ ചിലപ്പോൾ 1.25 ലക്ഷം രൂപ എടുത്തും. ഇപ്പോൾ മിനിസ്റ്റർ എന്നോട് ചോദിച്ചു എന്താണ് വ്യത്യാസം, പൈസ കുറവായിരിക്കും, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത് സംഭവം വൃത്തിയായിട്ട് കിടക്കും. കാരണം യാത്രയിൽ ഈ പറഞ്ഞതൊക്കെ കാത്തിരിപ്പും ടോയ്ലറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. പല ടോയ്ലറ്റുകളും ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാൻറ്റീനുകൾ നന്നായി നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, വഴിനീളെയുള്ള നല്ല നല്ല ഹോട്ടലുകൾ അക്രഡിറ്റ് ചെയ്തു. നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെ പോയി 2 സ്ത്രീകൾക്ക് 2 ടോയ്ലറ്റ്, പുരുഷന്മാർക്ക് പ്രത്യേകം ടോയ്ലറ്റ്, എല്ലാ വൃത്തിയുള്ള അടുക്കള, ഇതെല്ലാം പരിശോധിച്ച് കിച്ചണെല്ലാം പരിശോധിച്ചിട്ട് കേരളത്തിൽ ഒരു 10, 70, 60, 65 ഹോട്ടലുകൾ നമ്മൾ അക്രഡിറ്റ്. അവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് ബസ് നിർത്താൻ പാടില്ല. ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ഡ്രൈവർക്കും കണ്ടക്ടർക്കും അവർ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം. അത് ഞാൻ മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. അത് ഫ്രീ ആയിട്ട്, അത് ഒരു ഇതല്ല, അവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫുഡ് കൊടുക്കണം. വേറെ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി അവിടെ നിർത്തും, നമുക്കൊന്നും വേണ്ട. പക്ഷെ വണ്ടി നല്ല സ്ഥലത്ത് നിർത്തുന്നതുകൊണ്ട് യാത്രക്കാരെ എണ്ണം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബസമേതം സ്ത്രീകൾ, കുഞ്ഞുങ്ങളടക്കമുള്ളവർ യാത്ര ചെയ്യുന്നതിൻ്റെ കാര്യം ഉച്ചഭക്ഷണത്തിന് നിർത്തുമ്പോഴായാലും ശരി തന്നെ നല്ലൊരു ടോയ്ലറ്റ് ഉള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് നിർത്തി കൊടുക്കും. ഉച്ചയ്ക്ക് 12:30 മണി മുതൽ 2 മണിക്കിടയ്ക്ക് ലഞ്ചിന്, രാവിലെ 8:30 മുതൽ 10 മണിക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന്, രാത്രി 8 മുതൽ 9:30 മുമ്പേ
ഡിന്നറിന് വണ്ടി നിർത്തി കൊടുക്കണം എന്ന് പറയുന്നത്. അവിടെ നിർത്തുമ്പോൾ ഈ വക സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മളൊക്കെ ഈ സൗകര്യങ്ങൾ, വൃത്തിയുള്ള ബസ് സ്റ്റേഷനുകൾ, വൃത്തിയുള്ള റെസ്റ്റോറൻറ്റുകൾ, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, ഇതൊക്കെ KSRTCക്ക് നഷ്ടപ്പെട്ട യാത്രക്കാരെ തിരിച്ചു പിടിക്കാൻ പറ്റും. കോവിഡിന്റെ കാലത്ത് നഷ്ടപ്പെട്ട ഒരു വലിയ യാത്രക്കാരുടെ ഒരു സംഘവും. KSRTC നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഇന്ന് KSRTCയുടെ ശരാശരി കളക്ഷൻ 7.5-7.75 കോടി വരുന്നുണ്ട്. ഒരു 8.5 കോടിയിൽ KSRTCയുടെ കളക്ഷൻ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ KSRTC എല്ലാ ദിവസവും ലാഭത്തിലായിരിക്കും. അന്നത്തെ ദിവസം ഞാൻ ഉറപ്പിച്ചു പറയാം. 1,19,00,000 രൂപ പഴയ കടങ്ങൾ അടയ്ക്കുന്ന ബാങ്കിന്റെ കൺസോർഷ്യത്തിന് അടയ്ക്കുന്ന പൈസ കൂടി ചേർത്താലും KSRTC 8.5 കോടി രൂപ ലാഭം കളക്ഷൻ ഉണ്ടാക്കാമെങ്കിൽ, 8.40 വന്നാലും മതി, 8.5 കോടി കളക്ഷൻ ഉണ്ടാക്കി തന്നാൽ KSRTC എല്ലാ ദിവസവും പ്രോഫിറ്റിൽ ഓടും. ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ KSRTCയുടെ നഷ്ടം 62 കോടി രൂപയായിരുന്നെങ്കിൽ ഈ വർഷം ജൂലൈ മാസം 50,20,00,000 രൂപയാണ് നഷ്ടം. അത്രയേ ഉള്ളൂ. അതായത് 10 കോടി രൂപയോളം കഴിഞ്ഞ ജൂലൈ മാസവും ഈ ജൂലൈ മാസമായിട്ടുള്ള കണക്ക്, എല്ലാ ചെലവുകളും കണക്കാക്കിയിട്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ബാങ്കിൽ അടച്ചത് 1,06,00,000 രൂപ. ഇത്തവണ അടയ്ക്കുന്നത് 1,19,00,000. ഈ കണക്ക് വെച്ച് കൂട്ടിയാൽ പോലും ഏതാണ്ട് 10 കോടി രൂപ KSRTCയുടെ നഷ്ടം ഒരു മാസം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാനം KSRTC ജീവനക്കാർ സന്തോഷത്തോടെ ആഘോഷിക്കുന്നത്. എല്ലാവരും പറയും ഇത് വെള്ളാനയാണ്, മറ്റേതാണ്. ഒന്നുമില്ല, നിങ്ങൾ പേടിക്കേണ്ട. 21-ാം തീയതി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ ഫ്ലീറ്റ് രംഗത്ത് വിടാൻ പോകുന്നത്. അന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. KSRTCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വണ്ടികൾ, ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും സൗകര്യമുള്ള വണ്ടികൾ, അത് മുതൽ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന ചെറിയ ബസ്സുകൾ അടക്കമുള്ള മുഴുവൻ വേണ്ട 150 വണ്ടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 21-ാം തീയതി ഫ്ലാഗ് ഓഫ് ചെയ്യും. 22 മുതൽ നടക്കുന്ന KSRTC എക്സ്പോ, കനകക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുന്ന എക്സ്പോ, എല്ലാ മാധ്യമങ്ങളും പങ്കെടുക്കണം, എല്ലാവരും വരണം, സകുടുംബം കുഞ്ഞുങ്ങളുമായി എല്ലാവരും വരണം. KSRTCയുടെ മുഴുവൻ വാഹനങ്ങൾ കാണാം, മറ്റു വാഹനങ്ങളും കാണാം. KSRTC മാത്രമല്ല, കാറുകൾ, പിന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കാറ് മുതൽ ഏറ്റവും സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറ് വരെയുള്ള വാഹനങ്ങളുടെ ഞങ്ങൾ റോൾസ് റോയ്സിനെ വരെ വിളിച്ചിട്ടുണ്ട് പ്രദർശനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു കാഴ്ചയായിരിക്കും. കലാപരിപാടികളൊക്കെ നടക്കുന്ന ഒരു എക്സ്പോ 22-ാം തീയതി രാവിലെ വെള്ളിയാഴ്ച രാവിലെ കനകക്കുന്നിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അത് KSRTCയുടെ ചരിത്രത്തിലെ ഒരു പുതിയ തുടക്കമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒരു പുതിയ തുടക്കമായിരിക്കും. കാരണം അങ്ങ് ഏറ്റവും കൂടിയ എയർ കണ്ടീഷൻ വണ്ടി മുതൽ ഇവിടെ സാധാരണ ഓടുന്ന ഡീലക്സ് ബസ് എല്ലാം മാറുകയാണ്. സാധാരണ പോകുന്ന ഡീലക്സ് എല്ലാം എയർ കണ്ടീഷൻ വണ്ടികളാണ്. സ്ലീപ്പറും സെമി സ്ലീപ്പറും എല്ലാ സൗകര്യമുള്ള വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശത്ത് ഓടുന്ന ചെറിയ വണ്ടികൾ വരെ ഒരു വലിയ, ഇതുവരെ KSRTC ചരിത്രത്തിലുണ്ടാവാത്ത ഒരു പുതിയ ഫ്ലീറ്റുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു സംഖ്യ വണ്ടി. 150 വണ്ടി ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. 340 വണ്ടിയാണ് മൊത്തം KSRTC 6 മാസത്തിനുള്ളിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വണ്ടി വാങ്ങാൻ സർക്കാർ 108 കോടി രൂപയാണ് മാറ്റിവെച്ചത്. വളരെ അഭിമാനത്തോടെ പറയാം, ധനകാര്യ വകുപ്പിൽ നിന്ന് 108 കോടി രൂപയ്ക്കും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. വണ്ടി വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കാൻ അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ടി വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ കമ്പനിക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓൾവോയുടെ അടക്കം ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി ഓൾവോ തുടങ്ങി ചെറിയ മിനി ബസ് വരെയുള്ള ഒരു വലിയൊരു ഫ്ലീറ്റുകളുടെ ഒരു മാറ്റം തന്നെ KSRTCയുടെ റോഡിൽ കാണാം. അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പല പരിപാടികളുണ്ട്, എനിക്കും പോകേണ്ടതുണ്ട്. ഞാൻ ഈ ഇത്രയൊരു പരിപാടി, ഇത്രയൊരു പ്രോഗ്രാം ഒരു ഹരിത കേരള മിഷനുമായി ചേർന്നുകൊണ്ട് ഇത്രയും ഗംഭീരമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ KSRTC ഉദ്യോഗസ്ഥന്മാർക്കും ജീവനക്കാർക്കും കഴിഞ്ഞതിൽ ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്.